മഹദിയായ സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹയെ ഖബറടക്കിയത് ഈ മസ്ജിദുൽ ഹറാമിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഷുബൈക്ക മക്ബറയിൽ ആണ് എന്നാണ് പ്രബലമായ അഭിപ്രായം. ഷുബൈക്ക മക്ബറയുടെ പുറകു ഭാഗത്ത് ജബൽ ഉമറിന്റെ സൈഡിലാണ് എന്നൊരു അഭിപ്രായമുണ്ട്. അതുപോലെ തന്നെ അബൂ താലിബ് ഖബർസ്ഥാനിലാണ് എന്നും പല അഭിപ്രായങ്ങളുണ്ട്. ഏതായാലും സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഖബർസ്ഥാനുണ്ട് എന്നും അറിയപ്പെടുന്ന ഷുബൈക്ക മക്ബറയാണ് നമ്മുടെ പുറകിൽ കാണുന്നത്. ഇൻഷാ അല്ലാഹ് സുമയ്യ ബീവിയുടെ ചരിത്രങ്ങളിലേക്ക് പ്രവേശിക്കാം. സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹ ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസ്തന്റെ പേരിൽ അബൂജഹൽ അതിക്രൂരമായി പീഡിപ്പിച്ച മഹദിയാണ് സുമയ്യ ബീവി. ആ സുമയ്യ ബീവി ജീവിച്ചത് പരിശുദ്ധമായ മക്കയിലാണ്. ഈ പരിശുദ്ധമായ ഹറം ഷരീഫിന്റെ മുൻഭാഗത്താണ് സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കൊച്ചുകുടിലുണ്ടായിരുന്നത്. ബനു മഖ്സൂം ഗോത്രത്തിലെ അടിമയായിരുന്നു സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് തന്നെ മഖ്സൂമികൾ ആദ്യകാലഘട്ടത്തിൽ വളരെയധികം ഇഷ്ടപ്പെടുകയും അവരുടെ ജോലികൾക്കൊക്കെ അവരുടെ കുടുംബങ്ങളിലൊക്കെ ഉപയോഗിച്ചിരിക്കുകയും പിന്നീട് ഇസ്ലാം സ്വീകരിച്ചതുകൊണ്ട് തന്നെ അതിക്രൂരമായ പീഡനങ്ങൾക്ക് മഖ്സൂമികൾ സുമയ്യ റളിയല്ലാഹു തആല അൻഹുവിനെയും ഭർത്താവായ യാസിർ റളിയല്ലാഹു തആല അൻഹുവിനെയും മകൻ അമ്മാർ റളിയല്ലാഹു തആല അൻഹുവിനെയും വിധേയമാക്കി. അവര് ഇസ്ലാമിൽ നിന്ന് പിന്മാറാൻ വേണ്ടി നിർബന്ധിക്കുകയും പിന്മാറാതെ വന്നപ്പോൾ വളരെയധികം അതിശക്തമായ പീഡനങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തു. ഇസ്ലാമിൽ നിന്ന് പിന്മാറിയാൽ, പരിശുദ്ധമായ മതത്തിൽ നിന്ന് മാറി നിന്നാൽ പീഡനം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ കുറച്ചു കാലത്തേക്ക് അവരെ ബോധ്യപ്പെടുത്താൻ പരസ്യമായ ഇസ്ലാമിന്റെ പ്രബോധനം നടത്താതിരുന്ന യാസിർ റളിയല്ലാഹു തആല അൻഹു കാരണം ബോധിപ്പിച്ചുകൊണ്ട് തന്നെ ഇസ്ലാം മറച്ചുവെക്കുകയും പിന്നീട് അതിശക്തമായിട്ട് തന്നെ മഹാനുകൾ ഇസ്ലാം മുറുകെ പിടിക്കുകയും ചെയ്തു. സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്തിന് ശേഷം ആദ്യമായി ഇസ്ലാമിൽ കൊല്ലപ്പെടുന്നത്. മഖ്സൂമി ഗോത്രം നേരെ അബൂജഹലിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത് മഹദിയവർകളെ. അബൂജഹൽ അതിക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമാക്കി. സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹയെ ചുട്ടുപഴുത്ത മണലിൽ മലർത്തിക്കിടത്തുകയും ശരീരങ്ങളിൽ ആസകല മുറിവേൽപ്പിക്കുകയും ചെയ്തു. ഒരു തവണ സുമയ്യ റളിയല്ലാഹു തആല അൻഹുവിനെയും കുടുംബത്തെയും പീഡിപ്പിക്കുന്നതിന്റെ പരിസരത്തുകൂടെ ഈ പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിന്റെ മുൻവശത്ത് തന്നെ ഈ മസ്ജിദുൽ ഹറാമിന്റെ ഭിത്തികളും മസ്ജിദുൽ ഹറാമിന്റെ മുറ്റവുമൊക്കെ സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹുവിന്റെ അനശ്വരമായ കഥകളെ ഓർമ്മിക്കുന്നുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ ഹറാമിന്റെ മുൻവശത്തുകൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹയെയും യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തെയും അതിക്രൂരമായി പീഡിപ്പിക്കുന്നത് കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാത്ത വിഷമം തോന്നി. പക്ഷെ അന്ന് ഇസ്ലാം പൂർണ്ണരൂപത്തിൽ ആകുന്ന ഒരു ഘട്ടമായിരുന്നില്ല. മക്കം ഫത്ഹ് നടന്നിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബാക്കൾക്കും പരസ്യമായി പ്രബോധനം ചെയ്യാനുള്ള ഒരു കാലമായിരുന്നില്ല അത്. അതുകൊണ്ട് തന്നെ തിരിച്ചടിക്കാനോ അല്ലെങ്കിൽ പ്രതികാര നടപടിക്കോ സാധ്യമല്ലാതിരുന്ന കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കൊടിയ പീഡനം കണ്ടിട്ട് നിസ്സഹായനായി സമീപത്തുകൂടി നടന്നു പോകുന്ന അവസരത്തിൽ അവിടുന്ന് ദുആ ചെയ്തു, യാസിർ കുടുംബമേ, നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും അവിടത്തേക്ക് വല്ലാത്ത വേദന തോന്നുകയും ചെയ്തൊരു സംഭവമാണ് സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ സംഭവം. അതികഠിനമായ പീഡനങ്ങൾ ഏൽപ്പിച്ചു എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൗന്ദര്യം കണ്ടിട്ടാണ് സുമയ്യ ബീവി ഇസ്ലാം സ്വീകരിച്ചത് എന്ന വളരെ മോശമായ തരംതാണ ഒരു ആരോപണം പോലും അബൂജഹൽ അഴിച്ചുവിടുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമകളെ കൊണ്ടും പരിശുദ്ധമായ ഇസ്ലാമിനെ കൊണ്ടും ഖുർആനെ കൊണ്ടും വിശ്വസിച്ച അവർ അങ്ങനെയുള്ള മൂന്നാംകിട ആരോപണങ്ങൾക്ക് ചെവി കൊടുക്കാൻ പോയില്ല എന്ന് മാത്രമല്ല, വിശ്വാസത്തിൽ അധിക ശക്തമായിട്ട് തന്നെ ഉറച്ചു നിന്നു. അവസാനം ശരീരമാസകല മുറിവേൽപ്പിച്ച് അബൂജഹലിന്റെ കൊടിയ ക്രൂരമായ വിനോദം മഹദിയവകളുടെ ഗുഹ്യ സ്ഥാനത്തേക്ക് കുന്തം കുത്തിയിറക്കിയാണ് സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹയെ വധിച്ചത്. സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹുവിന്റെ കൊലയ്ക്കും അതുപോലെ മഹദിയവകളുടെ ആ ഒരു രക്തസാക്ഷിത്വത്തിനും ഒക്കെ സാക്ഷിയായത് ഈ പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിന്റെ മുറ്റവും പരിസരവും തന്നെയാണ്.
ഇവിടെ തന്നെയാണ് മഹദിയവകളെ ജനാസ മറമാടപ്പെട്ടത് എന്നാണ് പ്രബലമായ അഭിപ്രായം. അതിൽ കഴിഞ്ഞ ദിവസം പരാമർശിച്ച കുട്ടികളെ ജീവനോടെ കുഴിച്ചുമൂടിയിരുന്ന മക്ബറത്തു ഷുബൈക്കയിൽ തന്നെയാണ് സുമയ്യ ബീവി റളിയല്ലാഹു തആലയെ മറമാടിയത് എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാരും ചരിത്രകാരന്മാരും അഭിപ്രായപ്പെടുന്നു. പിൽക്കാലഘട്ടത്തിൽ സൗദി ഗവൺമെന്റിന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ അവിടെ എക്സ്കവേറ്റിംഗ് നടത്തുന്ന സമയത്ത് പര്യവേക്ഷണം നടത്തി അവിടെ ബിൽഡിംഗ് നിർമ്മാണം നടക്കുന്ന സമയത്ത് ഈ സുമയ്യ ബീവി റളിയല്ലാഹു തആലയുടെ മക്ബറയുമായി ബന്ധപ്പെട്ട ചില അത്ഭുതമായ സംഭവങ്ങൾ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് മക്ബറത്തു ഷുബൈക്ക് ഇപ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താതെ ഒഴിച്ചിട്ടിരിക്കുന്നത് എന്ന് ഇങ്ങനെ ഒരു കേട്ടുകേൾവി കേട്ടിട്ടുണ്ട്. പക്ഷേ ചരിത്രപരമായി ഒരു പിൻബലം അതിന് ലഭിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാവതല്ല. ഏതായാലും സുമയ്യ ബീവി റളിയല്ലാഹു തആലയുടെ അനശ്വരമായ രക്തസാക്ഷിത്വത്തിന്റെ അടയാളമായി ഇപ്പോഴും ഷുബൈക്ക് മക്ബറ ലോകത്തോട് മഹദിയവകളുടെ ത്യാഗത്തിന്റെ കഥ പറയുന്നുണ്ട്. മറ്റൊരഭിപ്രായത്തിൽ അബൂ ത്വാലിബിന്റെ ഖബർസ്ഥാനിലാണ്, അതല്ല ജന്നത്തുൽ മുഅല്ലയിലാണ് ബീവിയുടെ ഖബർസ്ഥാൻ എന്നൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷം ചരിത്രരേഖകളും അതുപോലെ തന്നെ കുറിപ്പുകളുമൊക്കെ പിൻബലം നൽകുന്നത് മക്ബറത്തു ഷുബൈക്കയോടോ ചേർന്നോ അല്ലെങ്കിൽ ഷുബൈക്കയിലോ തന്നെയാണെന്നാണ്. എന്താണെങ്കിലും മസ്ജിദുൽ ഹറാമിന്റെ മുൻവശവും പരിസരവും സുമയ്യ ബീവി റളിയല്ലാഹു തആലയുടെ ത്യാഗോജ്വലമായ ആ ജീവിതത്തെയും ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷിത്വത്തെയും ഓർമ്മപ്പെടുത്തുന്നു. മസ്ജിദുൽ ഹറാമിന്റെ മുൻവശത്തെത്തുന്ന ഒരു വിശ്വാസി സുമയ്യ റളിയല്ലാഹു തആലയെ അനുസ്മരിച്ചിരിക്കണം. മക്ബറത്തു ഷുബൈക്കിന്റെ മുൻവശം വന്ന് മഹദിയവകൾ ഇസ്ലാമിന് വേണ്ടി നൽകിയ ആ ധീര രക്തസാക്ഷിത്വത്തെക്കുറിച്ച് ഒരല്പസമയമെങ്കിലും വിചിന്തനം നടത്തിയിരിക്കണം. മഹദിയവകൾക്കൊരു ഫാത്തിഹെങ്കിലും ഓതി ഹദിയ ചെയ്തിരിക്കണം. അത് മഹദിയോട് നമ്മൾ കാണിക്കേണ്ട ഒരു അദബാണ്. അള്ളാഹു മഹദിയുടെ കൂടെ നാളെ സ്വർഗത്തിലെത്താൻ തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.